നമ്മുടെ ലക്കി പാമ്പ് കുറേ അങ്ങ് വളർന്നു പോയായിരുന്നേ. അപ്പോൾ അത് ഒരുപാട് വളർന്നു കഴിഞ്ഞൊരു ഭംഗിയില്ല കാണാനായിട്ട്. ഞാനൊരു 4-5 ചട്ടികളിലായിട്ടാണ് ലക്കി പാമ്പ് വെച്ചിരിക്കുന്നത്. അപ്പോൾ അത്യാവശ്യം വളർന്നു നിൽക്കുന്ന എല്ലാ ലക്കി പാമ്പും വെട്ടി ഒതുക്കാനായിട്ടാട്ടോ ഇന്ന് പ്ലാൻ. നമ്മളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വെട്ടി ഒതുക്കുന്നുണ്ട്. ഒരു ചട്ടിയിൽ തന്നെ 3-4 ലക്കി പാമ്പ് വളർന്നു നിൽപ്പുണ്ടേ. അപ്പോൾ ഞാൻ ഓർക്കുന്നത് ഈ വെട്ടി വെച്ചതെല്ലാം കുറച്ച് പുതിയതായിട്ട് വേറെ ചട്ടികളിലൂടെ വെക്കാനായിട്ടാണ്. അപ്പോൾ ഞാൻ എല്ലാ ചട്ടികളിൽ നിന്നും വളർന്നു നിൽക്കുന്ന എല്ലാത്തിൻ്റെയും മുകൾ ഭാഗം കട്ട് ചെയ്ത് വെക്കുവാണ് കേട്ടോ. ഇങ്ങനെ കട്ട് ചെയ്ത് വെക്കുന്നതിന് ഗുണം എന്നാന്ന് വെച്ചാൽ നമുക്ക് ഒരുപാട് പൊങ്ങിക്കഴിയുമ്പോൾ ഒരു ഭംഗി ഉണ്ടാവില്ല. അതുപോലെ തന്നെ നമുക്കൊരു ചട്ടിയിൽ നിറഞ്ഞു നിൽക്കുന്നത് കാണാനായിട്ട് നല്ല ഭംഗിയാണ് കേട്ടോ. അതുകൊണ്ടാട്ടോ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വെട്ടി വിടുവാണെന്നുണ്ടെങ്കിൽ ചട്ടിയിൽ നിൽക്കുന്നത് കാണാനായിട്ട് നല്ല ഭംഗിയായിരിക്കുമേ. അത് മാത്രമല്ല ഇത് കൂട്ടം കൂടി നിൽക്കുന്നത് കാണുമ്പോൾ നല്ല ഭംഗിയാണ് കേട്ടോ. അപ്പോൾ ഞാനിത് വെട്ടിയതെല്ലാം ഒരു കുപ്പിയിൽ വെള്ളത്തിലാക്കി വെക്കുന്നുണ്ട്. അപ്പോൾ ഇതിന് വേര് വരും. വേര് വന്നു കഴിയുമ്പോഴത്തേക്കും നമ്മൾ നിലത്ത് നടുവാണെന്നുണ്ടെങ്കിൽ അത് പെട്ടെന്ന് പിടിച്ച് കിട്ടുമേ. അപ്പം ഞാൻ ഓൾറെഡി ഇതിന് മുന്നത്തെ തവണ ട്രിം ചെയ്തപ്പം വെള്ളത്തിലിട്ട് വെച്ചിരുന്ന ചെടികളെല്ലാം മണ്ണിൽ നട്ടു വയ്ക്കാമെന്ന് വിചാരിച്ചത്. എനിക്ക് ലക്കി പാമ്പ് കെയർ ചെയ്യാനും നടാനും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. കാരണം വലിയ സംരക്ഷണമൊന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല. അത്യാവശ്യം നന്നായിട്ട് സർവൈവ് ചെയ്യുന്ന ഒരു ചെടിയാണ് കേട്ടോ ലക്കി പാമ്പ്. നല്ല ബുഷിയായിട്ട് നിൽക്കുകയും ചെയ്യും. എനിക്ക് ലക്കി പാമ്പ് നടാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ്. കാരണം നമ്മളിപ്പോൾ എവിടെയെങ്കിലും ഒരു ലൈനായിട്ട് നട്ടു വയ്ക്കുകയോ അല്ലെങ്കിൽ ഒരു മരത്തിന് ചുറ്റും നട്ടു വയ്ക്കുകയോ ഒക്കെ ചെയ്യുമ്പോഴത്തേക്കും നല്ല ഭംഗിയാണിത് കാണാൻ. നല്ല പച്ച കളറായതുകൊണ്ട് നല്ല ബുഷിയായിട്ട് ഇത് നിൽക്കുന്ന കാണാനായിട്ട് നല്ല രസമാണ്. അതുകൊണ്ട് ഇത് നടാനൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. വേനൽക്കാലത്ത് മാത്രം നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുകയും അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. എന്നും ഒന്നും വെള്ളം ചെന്നില്ലെങ്കിലും അത് കുഴപ്പമില്ല കേട്ടോ. അത്യാവശ്യം സർവൈവ് ചെയ്യുന്നൊരു ചെടിയാണ് ഇത്. പിന്നെ നമുക്ക് ഉണങ്ങിയ ഇലയും അങ്ങനെയൊക്കെ ചെറുതായിട്ടൊക്കെ സംരക്ഷണം കൊടുത്താൽ മതി. നല്ല ഭംഗിയാണ് കാണാൻ. വലിയ സംരക്ഷണം ആവശ്യമില്ല. അപ്പോൾ ഞാനിത് വീടിൻ്റെ ഒരു സൈഡിലായിട്ടാണ് നട്ടു കൊടുക്കുന്നത്. ഇത് അത്യാവശ്യം വളർന്നു വരുമ്പോഴത്തേക്കും ട്രിം ചെയ്ത് വിടാനായിട്ടാണ്. അപ്പം ഈ ചെറിയൊരു മതിൽ പോലെയുണ്ട്. അപ്പോൾ ആ മതിൽ പൊങ്ങി നിൽക്കുമ്പോഴത്തേക്കും നല്ല രസമായിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നത്. അതാട്ടോ ഞാൻ ഇവിടെ നട്ടത്. പിന്നെ ഇന്ന് കട്ട് ചെയ്തെടുത്തതെല്ലാം ഞാൻ കുറച്ച് അകത്തും വെച്ചു. പിന്നെ കുറച്ചൊക്കെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടേ. അപ്പം നല്ല ഭംഗിയാണ് കേട്ടോ അത് കാണാനായിട്ട്. പിന്നെ പൂ ഉണ്ടാകുന്ന ചെടിയെല്ലാം ഈ സൈഡിലാണ് നിൽക്കുന്നത്. നല്ല രസമാട്ടോ അതിൻ്റെ ഇടയ്ക്കൂടെയൊക്കെ നമുക്ക് വൈകുന്നേരങ്ങളിലൊക്കെ നടക്കാനായിട്ട്. ഇനി മഴക്കാലമൊക്കെ വരുന്നതുകൊണ്ട് ഈ സമയത്താണ് ഇത് കട്ട് ചെയ്യേണ്ടതെന്ന് എനിക്കറിയത്തില്ല കേട്ടോ. ഞാനിത് ഒരുപാടങ്ങ് വളർന്ന് നിന്നുകൊണ്ട് മാത്രം ടൈം കിട്ടിയപ്പം അതൊന്ന് വെട്ടി ഒതുക്കിയതാണേ.